ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നീലേശ്വരം നഗരസഭയിൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഭക്ഷണശാലകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന കർശനമാക്കാനും അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. നഗരസഭയിൽ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ആശാപ്രവർത്തകരുടെയും ശുചിത്വ ജീവനക്കാരുടെയും അടിയന്തര RRT യോഗം വിളിച്ചു ചേർത്ത് വാർഡുകൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം തടയുന്നതിനുള്ള ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കാനാണ് തീരുമാനം. വയറിളക്കം, പനി, വയറുവേദന, രക്തം കലർന്ന മലവിസർജനം തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ സ്വയം ചികിത്സയ്ക്ക് ശ്രമിക്കാതെ ഉടൻ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണമെന്ന് അധികൃതർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശുചിമുറി ഉപയോഗിച്ചതിന് ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകണം. ശുചിത്വമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക എന്നിവയെല്ലാം രോഗപ്രതിരോധത്തിന് ഗുണകരമാണെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. ഇന്ന് വിട്ട ആൾക്കാരുടെ റിസൾട്ടാണ് ഇന്നലെ വൈകിട്ടത്തോടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലാണ് നമുക്കിപ്പം ഷിഗല്ലയാണ് 5 പേർക്ക് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റിയിരിക്കുന്നത്. റിസൾട്ട് വരുമ്പോഴേക്ക് എല്ലാവരും സുഖം പ്രാപിച്ച് അവർ വീട്ടിലോട്ട് ഡിസ്ചാർജായി പോയിട്ടുണ്ട്. നിലവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു ആൾക്കാർക്കും നിലവിൽ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ആ ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഇൻഫെക്ഷൻ നമ്മുടെ കേസ് റിപ്പോർട്ട് ചെയ്ത ദിവസം ഇന്നത്തേക്കും വെച്ചിട്ട് നോക്കുമ്പോൾ അത് ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും നിർദ്ദേശങ്ങൾ ആത്മാർത്ഥമായി പാലിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി അഭ്യർത്ഥിച്ചു. അവിടെ ആളുകൾക്ക് അവബോധം നൽകുന്നതിനുള്ള മീറ്റിങ്ങുകൾ നൽകുവാനും ആ പ്രദേശത്താകെ 4 വാർഡുകളിലായിട്ടാണ് ഇതിൻ്റെ വിക്ടിംസ് ഉണ്ടായിരിക്കുന്നത്. ആ പ്രദേശത്താകെ ക്ലോറിനേഷൻ നടപടികൾ നടത്തുവാനും ഈ രോഗം വ്യാപിക്കാതെ തടയുന്നതിനുമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. എപ്പിഡോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഇപ്പോൾ സ്ഥിരീകരണം നൽകിയ അല്ലെങ്കിൽ ചികിത്സയിലേക്ക് വന്നിരിക്കുന്ന 74 ആളുകളെയും ഇനിയുള്ള 2 ആഴ്ചക്കാലം കൃത്യമായി ഫോളോ ചെയ്യാനും അവരുടെ സമ്പർക്കം ഉള്ളവരെ ഫോളോ ചെയ്യാനും ആ പ്രദേശത്താകെ പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ പ്രതിരോധ നടപടികൾ എടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകൾ, കൂൾബാറുകൾ, മറ്റ് ഭക്ഷ്യ ഉൽപാദന വിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കർശനമായ പരിശോധന നടത്താനും തീരുമാനിച്ചു. വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EK ചന്ദ്രൻ, മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ E ചന്ദ്രമതി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സതീശൻ, കൗൺസിലർമാരായ C സുഭാഷ്, PV സുരേഷ് ബാബു, സതി, ശ്രീജ, ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഫ്ലോറി ജോസഫ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ലിനിഷ, നീലേശ്വരം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോനു B നായർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് M ചന്ദ്രൻ, താലൂക്ക് HI സിജു M ജോസ്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ VK കണ്ണൻ, പൊതുജനാരോഗ്യ വിഭാഗം JHIമാർ, JPHNമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ വിഭാഗം PHIമാർ, MLSPമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.